നമസ്കാരം. അസാമിലെ ഗുവാഹത്തിയിലാണുള്ളത്. നോർത്ത് ഈസ്റ്റ് യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഇന്ന് വെസ്റ്റ് ബംഗാളിലേക്ക് പോവുകയാണ്. ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാവിലെ 6:15 SMVT ബംഗളൂരിലേക്ക് പോകുന്ന എക്സ്പ്രസിനാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. നോർത്ത് ഈസ്റ്റിലെ ഏറ്റവും വലിയ നഗരവും ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനും ഗുവാഹത്തിയാണ്. സമയം രാവിലെ 4:55. ഇവിടെ നല്ല ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ കാര്യം പറയുമ്പോൾ ഇതിൻ്റെ മെയിൻ ഭാഗം വരുന്നത് ഈ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമുള്ള ഈ ഭാഗമല്ല, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അവിടെയാണ് പൾട്ടം ബസാർ ഉള്ളത്. നമുക്ക് റൂമും അതുപോലെ തന്നെ കൂടുതൽ ബസ് സൗകര്യമൊക്കെ കിട്ടുന്നത് അവിടെ നിന്നാണ്. പണ്ട് കാലത്ത് ഉപയോഗിച്ച നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേൻ്റെ ഒരു ലോക്കോമോട്ടീവ് ഇവിടെ കാണാം. പിന്നെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ നിന്ന് തന്നെ ഷില്ലോങ്ങിലേക്കൊക്കെ നമുക്ക് പോകാൻ ടാക്സി ഒക്കെ കിട്ടും. 125-10 ഇപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 4 ഇന്ന് പുറപ്പെടുക. ഇനിയിപ്പോൾ നേരെ 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലോട്ട് പോവാം. 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ കാണുന്ന സ്ലീപ്പർ ക്ലാസ്സിലാണ് നമുക്കിന്ന് യാത്ര ചെയ്യാനുള്ളത്. S4 ട്രെയിൻ നമ്പർ 125-10 ഗുവാഹട്ടിയിൽ നിന്ന് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും രാവിലെ 6:15 ബാംഗ്ലൂരിലേക്ക് ഈ ട്രെയിനിൻ്റെ സർവീസ് ഉള്ളത്. പിന്നെ നമുക്ക് തന്നെ ആദ്യം തന്നെ കോച്ചിൻ്റെ അകത്തോട്ട് കയറാം. സ്ലീപ്പർ ക്ലാസ്സിൽ നമ്മുടെ ബെർത്ത് 67, അപ്പർ ബെർത്ത് അതുപോലെ തന്നെ 70. 2 അപ്പർ ബെർത്ത് തന്നെയാണ് എടുത്തത്. അതായത് പകൽ ടൈമിൽ ഒരു ബുദ്ധിമുട്ടും വേണ്ടാന്ന് കരുതി. ഇത് നല്ല പൊടിയാണ് ബെർത്തിൻ്റെ മേലെ. അപ്പം ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് വേണം ബാഗൊക്കെ എടുത്ത് വെക്കാൻ. ബാഗൊക്കെ വെക്കുന്നതിന് മുന്നേ തന്നെ ആദ്യം തുടച്ച് ഇവിടുത്തെ പൊടി മുഴുവനായിട്ട് കളയണം. നല്ല രീതി ഉണ്ട് ഇവിടെ, നല്ല രീതി പൊടിയുണ്ട്. ഇത്രയും പൊടി ഇപ്പൊ തന്നെ കിട്ടി. ഈ ട്രെയിനിൽ ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത് വെസ്റ്റ് ബംഗാളിലെ മാൾഡ ടൗൺ എന്ന റെയിൽവേ സ്റ്റേഷൻ വരെയാണ്. 1 മാസം മുന്നെയാണ് ഇതിന്റെ സ്ലീപ്പർ ക്ലാസ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. അതുപോലെ തന്നെ ഇവിടുന്ന് ഗുവാഹട്ടിയിൽ നിന്ന് മാൾഡ ടൗൺ വരെ സ്ലീപ്പർ ക്ലാസ്സിന് ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് ചാർജ് 390 രൂപയാണ്. ഞങ്ങൾ ആദ്യം AC ഒക്കെ ബുക്ക് ചെയ്താലോ എന്നൊക്കെ വിചാരിച്ചാണ്. പിന്നീട് എന്താ പറയാ, സ്ലീപ്പർ തന്നെ എടുത്തു. ഈ റൂട്ടിലൂടെ പോകുന്ന സമയത്ത് ഇതിന്റെ അവസ്ഥ എന്താന്നൊക്കെ നമുക്ക് എന്താ പറയാ, ഈ ഹിജഡുകൾ കയറും, ശല്യം ചെയ്യുമോ, പിന്നെ അതുപോലെ തന്നെ ഈ ജനറൽ ടിക്കറ്റ്, വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റ് ഒക്കെ കയറിയിട്ട് മൊത്തം അലങ്കോലപ്പെടുത്തുമെന്ന് അറിയില്ല. നമുക്ക് ശരിക്കും ഇതിന്റെ യാഥാസ്ഥിതി യാത്ര ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമല്ലോ. അതെ, അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ 2 അപ്പർ ബെർത്ത് എടുത്തത്. Guwahati Bengaluru Superfast Express নম্বর প্ল্যাটফর্ম রয়েছে। ধন্যবাদ। May I have your attention please? 125110 Guwahati Bengaluru. സമയം 5:40 ഉള്ളൂ. ഇത് നല്ല വെളിച്ചം വന്നു. ഇതാണ് നോർത്ത് ഈസ്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ നേരത്തെ തന്നെ നേരം വെളുക്കും. അതുപോലെ തന്നെ ഒരു 4:30 ആകുമ്പോൾ തന്നെ നല്ല ഇരുട്ടും വരും. അതായത് ഒരു ടൈം സോണിൻ്റെ ഇതുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ പെട്ടെന്ന് തന്നെ നേരമൊക്കെ വെളുക്കുന്നത്. വണ്ടി പുറപ്പെടാൻ ഇനിയും അരമണിക്കൂർ കൂടിയുണ്ട്. ഈ ട്രെയിനിൽ ഓൾറെഡി പാൻട്രി കോച്ച് ഉണ്ട്. എന്നിട്ട് ഇതാ നമ്മുടെ കോച്ചിൻ്റെ ഈ ഡോറിൻ്റെ ഇവിടെ ഈ റെയിൽ നീറിൻ്റെ കുപ്പികൾ കൊണ്ടുവച്ച് കണ്ട. പക്ഷെ എന്ത് വൃത്തിയിട്ട പരിപാടിയായിരുന്നു നോക്കി. ഇനി അത് തുറക്കാൻ പറ്റൂല. കറക്റ്റ് 6:15 തന്നെ ഗുവാഹട്ടി ഇതാ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ഇവിടെ കാണുന്ന ഈ ട്രെയിൻ ലീഡോ ഗുവാഹട്ടി ഇന്റർസിറ്റി എക്സ്പ്രസ്. ഈ ട്രെയിനിൽ ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. പന്ത്രണ്ട് മണിക്കൂറിന് മുകളിൽ നമുക്ക് യാത്ര ചെയ്യാനുണ്ട്. വൈകുന്നേരം എന്തായാലും ഒരു 6:30 കഴിയും എത്തുമ്പോൾ. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഭാഗമില്ലേ, ഇതൊരു മോശം ഏരിയ ആണ്. ഡ്രഗൊക്കെ നല്ല രീതിയിൽ ഈ ഭാഗത്തുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ വൃത്തിയില്ല, അത് വേറെ കാര്യം. ട്രെയിനിൽ പോകുന്ന വഴിക്ക് തന്നെ അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഞങ്ങളന്ന് വിവേക് എക്സ്പ്രസ്സിൽ വരുന്ന സമയത്ത് ഈ ഭാഗത്തുനിന്ന് പരസ്യമായിട്ട് മദ്യപിക്കുന്ന കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇരുന്ന്. അത്രയും ആൾക്കാർക്ക് ഇവിടെ സ്വാതന്ത്ര്യമുണ്ട് ഈ ഭാഗത്ത്. ഗുവാഹത്തിയുടെ മറ്റൊരു സാറ്റലൈറ്റ് സ്റ്റേഷനായ കാമാഖ്യ. ഇവിടെ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്.
ഇനിയിപ്പോൾ ഇവിടുന്ന് അത്യാവശ്യത്തിന് നല്ല തിരക്ക് വരും. ഇവിടെ ഒരു ലോക്കോമോട്ടീവ് ഉണ്ട്. എന്തിനിട്ട് പല WG4G. നോർത്ത് ഈസ്റ്റിലെ ഏറ്റവും വലിയ ക്ഷേത്രമായ മാ കാമാഖ്യ ക്ഷേത്രം വരുന്നത് കാമാഖ്യയിലാണ്. നിലാച്ചൽ മലനിരകളിലാണ് ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ അവിടെയൊക്കെ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ബ്രഹ്മപുത്ര ക്രോസ് ചെയ്യും. സറൈഘട്ട് ബ്രിഡ്ജ് വഴിയാണ് ക്രോസ് ചെയ്യുക. 1.49 കിലോമീറ്ററാണ് ആ പാലത്തിൻ്റെ നീളം. കാമാഖ്യന്ന് ട്രെയിൻ എടുത്തേ. ഇവിടെ ഒരു വണ്ടിയുണ്ട്. ഇത് കാമാഖ്യന്ന് SMVT ബംഗളൂരിലോട്ട് പോകുന്ന AC എക്സ്പ്രസ് ആണ്. രണ്ട് ബാംഗ്ലൂർ വണ്ടി തന്നെയാണ്. കുറച്ച് പോയ ഉടനെ തന്നെ റിവറായി. പാലമുണ്ട്. ട്രെയിൻ ഇതാ റംഗ്യ ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നോർത്ത് ഈസ്റ്റിലെ ഏറ്റവും വലിയ 4ാമത്തെ റെയിൽവേ സ്റ്റേഷനാണ് റാംഗ്യ ജംഗ്ഷൻ വരുന്നത്. അതുപോലെ തന്നെ ഇവിടുന്ന് വേറെ റൂട്ട് പോകുന്നുണ്ട്. രംഗപാറ നോർത്ത്, അതുപോലെ തന്നെ ഹാർമതിയിലേക്കൊക്കെ ഇവിടുന്ന് ഒരു ഡയറക്ഷൻ പോകുന്നുണ്ട്. നമ്മുടെ നഗർ ലഗൂൺ ദിബ്രൂഡൊക്കെ പോകുന്നത് ആ വഴി കൂടെ നമുക്ക് പോവാം. ദിബ്രൂഡ് അല്ലാണ്ട് തന്നെ 2 വഴി പോവാം കേട്ടോ. ഈ റൂട്ടിലൂടെ 110 km/h സ്പീഡിലാണ് ഇപ്പോൾ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. 130 പോകുന്നില്ല. ട്രെയിൻ ഇപ്പോൾ പത്ശാല എന്ന സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഏതാ ഇവിടെ വണ്ടി വന്ന് നിർത്തിയിരിക്കുകയാണ്. ഇവിടെ നിർത്താൻ കാരണം എന്താ അറിയാം, ഒരു ഓവർടേക്ക് ഉണ്ട്. ദിബ്രുഗഡിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് വന്ന രാജധാനി, അതിപ്പോൾ ഈ വണ്ടീനെ ഓവർടേക്ക് ചെയ്തു. അതൊരു 5 കിലോമീറ്ററിന് മുന്നിലുള്ള ഒരു സ്റ്റേഷനിലെത്തി. ഇത് വേറൊരു സ്റ്റേഷനാണേ. ഇവിടെ നിന്നാണ് അപ്പോൾ ഓവർടേക്കിങ്. ഇതേ വരുന്നുണ്ടത്. ഈ ട്രാക്ക് വഴി തന്നെയാണ് കടന്നു പോവുക. രാവിലെ ഇവിടുന്ന് കഴിക്കാനുള്ള റൊട്ടി ഓൺലൈൻ വഴി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് പുറത്തിലോട്ട് കൊണ്ടുതരും. ഇവിടെ നല്ല തിരക്കുണ്ട്. ഇവിടെ 5 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. അതുപോലെ തന്നെ 7 പ്ലാറ്റ്ഫോമുകളുണ്ട്. ഈ
ബൊങ്കൈഗാവ് എന്ന് പറയുന്നത് ഈ ആസാം 5 ഡിവിഷനായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതായത് ലോവർ ആസാം ഡിവിഷൻ, അപ്പർ ആസാം ഡിവിഷൻ, സെൻട്രൽ ആസാം ഡിവിഷൻ, നോർത്ത് ആസാം ഡിവിഷൻ, അതുപോലെ തന്നെ ബറാക്ക് വാലി ഡിവിഷൻ എന്നൊക്കെ പറയുന്നത്. നമ്മൾ സിൽച്ചറൊക്കെ ഉള്ളത് ബറാക്ക് വാലി ഡിവിഷനിലാണ് ഉള്ളത്. ഡിബ്രൂഗഡൊക്കെ ഉള്ളത് അപ്പർ ആസാം ഡിവിഷൻ. അതുപോലെ തന്നെ ഈ ബൊങ്കൈഗാവൊക്കെ ഉള്ളത് ലോവർ ആസാം ഡിവിഷനിലാണ്. അപ്പോൾ അവിടെ തന്നെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റഡ് ഏരിയ ആണ് ന്യൂ ബൊങ്കൈഗാവ്. ഈ ട്രെയിനിൽ വന്നിറങ്ങിയവരാണ് ഇതൊക്കെ. ഇതവിടെ വേറൊരു വണ്ടിയുണ്ട്. രണ്ട് വണ്ടിയിലും വന്ന ആൾക്കാരുടെ തിരക്കുണ്ട് ഇവിടെ. ചാടിക്കേറി ന്യൂ ബൊങ്കൈഗാവ് ജംഗ്ഷൻ. ഇതിൻ്റെ പുറകിലിതാ ഇത്തിരി കോച്ചൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഒരു പെട്രോളോ ഡീസലായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു ഇത്. ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത റൊട്ടി ഇവിടെ ഉണ്ട്. 6 റൊട്ടിയാണ് ഓർഡർ ചെയ്തത്. അതുപോലെ തന്നെ ഒരു ഫ്രൂട്ട് കേക്ക് കൂടി ഉണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. 10:17 ആസാമിലെ ഈ ട്രെയിനിൻ്റെ അവസാന സ്റ്റോപ്പായ കൊക്രാജർ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ 2 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. നമ്മൾ ഒരുപാട് നാളിപ്പോൾ ആസാമിലുണ്ടായിരുന്നില്ലേ അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട ഒരു സംസ്ഥാനങ്ങളിൽ ഒന്ന് തന്നെയാണ് ആസാം. കാരണം ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ കാണാൻ. ആസാമിൽ വ്യത്യസ്തമായ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, വീണ്ടും വരാം. ഇവിടുന്ന് ഇപ്പോൾ പോവുകയാണ്. ഇനിയിപ്പം ബംഗാളിലേക്ക് അടുത്ത സ്റ്റോപ്പ് വരുന്നത് ബംഗാളാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടുന്നൊക്കെ ഒരുപാട് ആൾക്കാർ കയറാനുണ്ടായിരുന്നു. ട്രെയിന് സിഗ്നൽ കിട്ടി. അങ്ങനെ കൊക്രാജർ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എടുത്തിരിക്കുകയാണ്. നമ്മുടെ വീഡിയോ ഈ കൊക്രാജർ ഭാഗത്തുള്ള ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. അവരൊന്നും മലയാളീസ് അല്ല, ആസാമികളാണ്. പക്ഷെ അവർക്ക് മലയാളം അറിയാം. അപ്പോൾ അവരോടൊക്കെയാണ്. എന്തായാലും വീണ്ടും ഇവിടേക്കൊക്കെ വരാം. ഇനി കുറച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ വെസ്റ്റ് ബംഗാളിലോട്ട് കയറും. ട്രെയിൻ ഇപ്പോൾ ന്യൂ അലിപുർദ്വാർ റെയിൽവേ സ്റ്റേഷനിലെത്തിയേ. അതായത് വെസ്റ്റ് ബംഗാളിലേക്ക് കയറി. ഇവിടെ നിന്ന് ഒരു കൂട്ടം ആൾക്കാരെത്ര ഈ സ്ലീപ്പർ ക്ലാസ്സിൻ്റെ അകത്തേക്ക് കയറി. അതായത് വെയിറ്റ് ടിക്കറ്റോടെ മുഴുവൻ ഇപ്പോൾ ആളായിട്ടാണ് ഉള്ളത്. ഇനിയിപ്പം അടുത്ത ഓരോരോ സ്റ്റേഷനിലെത്തുമ്പം ആൾക്കാർ കൂടാനേ വഴിയുള്ളൂ. നമ്മളെ പൈസ പിരിവുകാർ വന്നല്ലോ. സൈഡ് ലോവറിൽ 4ഉം 5ഉം പേരൊക്കെയാണ് ഇരിക്കുന്നത്. എന്ത് ക്രൂരതയാണെന്ന് നോക്കി ഇങ്ങനെ പൈസ പിടിച്ചു വാങ്ങുക. (11:30) ട്രെയിൻ ഇതാ ന്യൂ കോച്ച് ബിഹാർ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ തന്നെ പേരിൻ്റെ മുന്നിൽ ന്യൂ എന്നൊരു വാക്കുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്കറിയോ? അത് വരാനൊരു കാരണമുണ്ട്. അത് പറഞ്ഞുതരാം. ന്യൂ കോച്ച് ബിഹാർ. ഇനി അങ്ങോട്ട് നല്ല തിരക്ക് തന്നെയാണ്. ഇതൊക്കെ സ്ലീപ്പർ അൺറിസർവ്ഡിലൊക്കെ കയറേണ്ട ആൾക്കാരാണ്. അപ്പോൾ ഈ ന്യൂ എന്നൊരു പേര് വരാൻ കാരണം ഇവിടുന്ന് ഒരു 4 അല്ലെങ്കിൽ 5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കോച്ച് ബിഹാർ എന്ന് പറഞ്ഞാൽ സാധാരണ വേറൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അതായത് കോച്ച് ബിഹാർ റെയിൽവേ സ്റ്റേഷന് പുറമേ ന്യൂ കോച്ച് ബിഹാർ എന്ന് പറഞ്ഞാൽ വേറൊരു റെയിൽവേ സ്റ്റേഷൻ വന്നല്ലോ. പലർക്കും അറിയാത്ത വേറൊരു കാര്യമാണ്. ഇപ്പം നമ്മൾ നേരത്തെ ന്യൂ അലിപൂർ ദ്വാർ എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ കഴിഞ്ഞു. അവിടുന്ന് 6 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അലിപൂർ ദ്വാർ എന്ന് പറഞ്ഞാൽ മറ്റൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ട ആസാമിൽ കണ്ട ന്യൂ ബൊങ്കൈഗാവ്. അവിടുന്ന് കുറച്ച് മാറിക്കഴിഞ്ഞാൽ ബൊങ്കൈഗാവ് എന്ന് പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്.
അപ്പം ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ബ്രോഡ് ഗേജ് പാതയിലൊക്കെ ഉള്ളതെല്ലാം ന്യൂ ആണ്. അത് വെച്ചാൽ ഇങ്ങനെ വരാൻ കാരണം 2 സെക്ടർ ആവാൻ കാരണം ഈ ഒരു ഗേജ് പരിവർത്തനത്തിന് ശേഷം വന്ന സ്റ്റേഷനുകളാണ് ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് മുന്നേ ന്യൂ എന്നൊരു പേര് ചേർക്കുന്നത്. അടുത്തവർ വരണ്ടേ, പൈസ വാങ്ങിക്കാൻ വരുന്നവരാണ്. ചിലരാണെങ്കിൽ എടുത്ത് കൊടുക്കും. একবার স্ক্যানার বের করবো, সামনে নয় দিকে বের করবো, আগে বের করবি। স্ক্যানার বের করতে বললে বলবে কোন দিকে বের করবো, আপনি বের করতে দিন। ভালো ভালো চা কামাই করে দোয়া করলাম আশীর্বাদ। കണ്ടില്ലേ, പൈസയ്ക്ക് വാങ്ങാൻ എത്ര ആൾക്കാരാണ്, ക്യൂ പോലെയാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ 10 എണ്ണത്തിൽ 2 എണ്ണം മാത്രമേ ഷൂട്ട് ചെയ്യുന്നുള്ളൂ. ഞങ്ങളോടൊക്കെ വന്ന് തെറി വിളിക്കുന്നുണ്ട്, വന്ന് കാക്കൊക്കെ വന്ന് ഇങ്ങനെ ഇടിക്കുന്നൊക്കെ ചെയ്യുന്നുണ്ട്. അതൊന്നും ഞങ്ങൾ അധികം ഷൂട്ടൊന്നും ചെയ്യുന്നില്ല. മാത്രമല്ല ഇവർ തെറി വിളിക്കുന്ന സമയത്ത് ഞാനത് ഷൂട്ട് ചെയ്യാൻ പോയിട്ടുണ്ട്. കേട്ടല്ലോ, എൻ്റെ ഐഫോണാണല്ലോ, അത് എടുത്തിട്ട് ഇവന്മാർ ഓടും. അതായത് ഇവർക്ക് നല്ല ഇവിടുത്തെ വഴിയൊക്കെ അറിയാമല്ലോ, നമുക്കതുപോലെ അതിൻ്റെ കൂടെ തിരിച്ചോടാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇത്രയും കുറച്ച് കെട്ടുകളൊക്കെ എന്തായാലും നമുക്ക് എടുക്കും. കാരണം ഇതിൻ്റെ തീവ്രത നിങ്ങൾ ഇത്രത്തോളം മനസ്സിലാക്കണം. ഈ ഭാഗത്തേക്കെല്ലാം സ്ലീപ്പർ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇനിയും വരാനുണ്ട് അത്രേ. കാരണം ഇനിയിപ്പോൾ മാൾഡ എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എന്താ പറയുക, ബീഹാറിലെ കൂടെ എല്ലാം പോകുമ്പോൾ പിന്നെ കൂടുതലായിട്ട് എടുത്ത് പറയുന്നില്ല. സമയം 2 മണി, സിലിഗുഡിയിലെത്തിയിരിക്കുകയാണ്. അതായത് ന്യൂ ജൽപൈഗുഡി. ഇവിടെയാണ് പ്ലാറ്റ്ഫോം. ന്യൂ ജൽപൈഗുഡി ജംഗ്ഷൻ. ഇവിടെ 10 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. സ്റ്റേഷന്റെ കോഡ് NJP എന്നാണ്. അതുപോലെ തന്നെ ഈ ന്യൂ ജൽപൈഗുഡി എന്ന റെയിൽവേ സ്റ്റേഷൻ ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടി സാധിക്കും. എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ നോർത്ത് ഈസ്റ്റ്, അതായത് വടക്ക് കിഴക്കൻ 7 സംസ്ഥാനങ്ങളുണ്ടല്ലോ, അവിടത്തേക്കുള്ള ഒരു പ്രവേശന കവാടമാണ് ന്യൂ ജൽപൈഗുഡി എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അതിന് പുറമെ നമുക്ക് സിക്കിം എന്ന് പറഞ്ഞൊരു കുഞ്ഞ് സംസ്ഥാനം കൂടി ഉണ്ടല്ലോ. നമ്മുടെ റെയിൽവേ കണക്ടിവിറ്റി ഒന്നും അധികം ഇല്ലാത്ത ഒരു സംസ്ഥാനം. ഞങ്ങൾ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ സിക്കിമിലേക്ക് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒന്ന് ഇറങ്ങേണ്ടത് ഈ റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടുന്ന് ഏകദേശം സിക്കിമിൻ്റെ ക്യാപിറ്റലായ ഗാങ്ടോക്കിലേക്ക് ഒരു 120 കിലോമീറ്ററിൻ്റെ പോകാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാലൊക്കെ സിക്കിം ട്രാൻസ്പോർട്ട് ബസ്സുകളൊക്കെ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, വെസ്റ്റ് ബംഗാളിലത്തെ ഒരു എന്താ പറയുക ഒരു ഹിൽ സ്റ്റേഷനാണ് ഡാർജിലിംഗ്. ഇവിടുന്ന് ഒരു 75 കിലോമീറ്റർ പോകാനുണ്ട്. അവിടത്തേക്കും നിങ്ങൾക്ക് എന്താ പറയുക പോകണമെങ്കിൽ ഈ ന്യൂ ജൽപൈഗുഡിയാണ് ഇറങ്ങേണ്ടത്. ഈ നമ്മുടെ സാധാരണ റെയിൽവേ സ്റ്റേഷന് പുറമെ തന്നെ ഇവിടെ നമ്മുടെ ഡാർജിലിംഗ് ഹിമാലയൻ ക്വീൻ ഉണ്ട്. അതായത് നമ്മുടെ ഒരു നാരോ ഗേജ് റെയിലൊക്കെ. അപ്പോൾ ഇത് അതിമനോഹരമായ ഒരു പാതയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 2 വണ്ടികൾ മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ചൊവ്വാഴ്ച മാത്രമുള്ള തിരിച്ചറിയൊക്കെ പോകുന്ന അർമോ എക്സ്പ്രസ് തിരുവനന്തപുരത്ത് പുറപ്പെടുന്ന വണ്ടി, പിന്നെ കന്യാകുമാരിന്ന് ഡെയിലി പുറപ്പെടുന്ന ദിബ്രുഗഡിലേക്ക് പോകുന്ന വിവേക് എക്സ്പ്രസ്. ഈ പ്ലാറ്റ്ഫോമിൽ ഒരു വന്ദേ ഭാരത് കിടപ്പുണ്ട്. അത് ന്യൂ ജൽപൈഗുഡി ഹൗഡ വന്ദേ ഭാരത് ആണേ. ഈ ട്രെയിൻ SMVT ബംഗളൂരു എക്സ്പ്രസിനൊക്കെ ഓവർടേക്ക് ചെയ്യും. മിക്കവാറും അത് കിഷൻഗഞ്ച് ഭാഗത്ത് എത്തുമ്പോൾ ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക. നമുക്ക് നോക്കാം. 7 സംസ്ഥാനങ്ങളിലേക്ക് മാത്രമല്ല 3 രാജ്യത്തേക്കും കൂടെ പോകാൻ എളുപ്പമാണ് ഇവിടെ വന്നാൽ. ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്. ഇവിടുന്ന് 17 കിലോമീറ്ററേ ബംഗ്ലാദേശിലേക്കുള്ളൂ. അങ്ങനെ ന്യൂ ജൽപൈഗുഡിയിൽ ഇതാ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. വെസ്റ്റ് ബംഗാളിലെ തന്നെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണിത്.
ജൽപഗഡി കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് തേയിലത്തോട്ടങ്ങൾ കാണാൻ വേണ്ടി കഴിയും കേട്ടോ. ആസാമിൽ മാത്രമല്ല ബംഗാളിൻ്റെ കുറച്ച് ഭാഗത്തുകൂടി ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് തേയിലത്തോട്ടങ്ങൾ കണ്ടുകൊണ്ട് തന്നെ പോവാം. കാരണം ഇവിടെ നല്ല തണുപ്പുണ്ട്. വീണ്ടും വന്നു. നവി കൊടുത്തില്ല. കുറച്ചും കൂടെ ഡീസൻ്റ് ആയ ആൾക്കാർ പെട്ടെന്ന് തന്നെ പോയി. ഇനിയും വരുന്നുണ്ട്, ഇതിൻ്റെ പുറകെ വേറെ ആൾക്കാർ വരും. വെസ്റ്റ് ബംഗാളിൽ നിന്ന് ട്രെയിൻ ഇപ്പോൾ ബീഹാറിലേക്ക് എത്തിയിരിക്കുകയാണ്. കിഷൻഗഞ്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. റെയിൽവേ ട്രാക്കിനോട് ചേർന്ന് തന്നെ റോഡുണ്ട് ഇവിടെ. മൂന്ന് 41 കിഷൻഗഞ്ച്. അൺറിസേർഡിലൊക്കെ നല്ല തിരക്കുണ്ടല്ലോ ഇവിടുന്ന്. ഞങ്ങള് പെട്ടെന്ന് തന്നെ അപ്പർ ബർത്തിന്റെ മുകളിലോട്ട് കയറിയിരുന്നു. കാരണം ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ അത്ര കയറുന്നുണ്ട്. നല്ല തിരക്കാണ് ഇവിടുന്ന്. ഓരോ ആൾക്കാർ കയറുന്നുണ്ട്, കൂട്ടത്തോടെ കയറുന്നുണ്ട്. മാത്രമല്ല തിരക്ക് ശരിക്കും ഇവിടുന്നല്ല, മാൾഡേന്നാണ്. കാരണം നമ്മളവിടെ ഇറങ്ങും, അവിടെ നിന്ന് തന്നെയാണ് ഈ വണ്ടിയിൽ ഫുള്ള് ആൾക്കാരാവുക. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് ഒരുപാട് തേയിലൊക്കെ കണ്ടില്ലേ? ഈ ബീഹാറിൽ ഏറ്റവും കൂടുതൽ തേയിലൊക്കെ ഉൽപ്പാദിക്കുന്നത് ഈ കിഷൻഗഞ്ച് ജില്ലയിലാണ്. അതായത് ഇവിടെ മാത്രമേ ബീഹാറിൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന ഒരേ ഒരു ജില്ലയായിട്ടുള്ളൂ. ഇതാണ് നമ്മൾ പറഞ്ഞ യഥാർത്ഥ കാഴ്ച. എല്ലാം ബാംഗ്ലൂർ, നമ്മുടെ സൗത്ത് ഇന്ത്യ ഭാഗത്തേക്കായിരിക്കും. RPF ഒക്കെ ഉണ്ടായിരുന്നു പുറത്തുനിന്ന് കയറ്റാൻ വേണ്ടി. കാരണം അത്രമാത്രം ഇടിച്ചിട്ടാണ് കയറുന്നത്. ചാക്കും കട്ടൊക്കെ എടുത്ത് ഇവിടെ മൊത്തത്തിൽ ബ്ലോക്കായി. വണ്ടി എടുത്ത് ബ്ലോക്കായി. ഇതാ തെങ്ങി നിറഞ്ഞിട്ടേ ഉള്ളത് ഇവിടെ. ഇപ്പോഴാണ് നല്ല രീതിയിൽ എന്താ പറയുക തിരക്ക് കയറി ഒന്ന് സ്റ്റക്ക് ആയതല്ലേ. ഇപ്പൊ കങ്കി എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഓവർടേക്കിന് വേണ്ടിയിട്ട് വണ്ടി പിടിച്ചിട്ടിരിക്കുകയാണ്. അപ്പം ബർസോയി, അതായത് മാൾഡ ഭാഗത്തുനിന്ന് ഒരു വണ്ടി വരുന്നുണ്ട്. ഇതേ നമ്മൾ ന്യൂ ജൽപഗഡിയിൽ നിന്ന് കണ്ട വന്ദേ ഭാരതും പതുക്കെ വരുന്നു. രാത്രി ഒരു 11 മണിയാകുമ്പോഴത്തേക്കും ഹൗഡയിലെത്തും. സമയം 6:50 മാൾഡയിലേക്ക് ഒരു 7 കിലോമീറ്റർ കൂടെ ദൂരം ഉണ്ടാവും. ഞങ്ങൾ അവിടുന്ന് ഓൺലൈൻ വഴി ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ബർത്തിന്റെ നമ്പർ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് എത്തിച്ചേരുന്ന സ്ഥലത്ത്, അതായത് നമ്മളിപ്പം മാൾഡയിലാണല്ലോ ഇറങ്ങുന്നത്, ആ സ്റ്റേഷൻ വരെ നമുക്ക് ഫുഡ് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാം. ഞങ്ങൾ ഇന്ന് രാത്രിക്ക് മാൾഡയിൽ എന്തായാലും സ്റ്റേ ഉണ്ട്. ഞങ്ങൾ വിവേക് എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് മാൾഡയിലേത്തെ ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഫുഡ് ഓൺ ട്രാക്ക് വഴി. നല്ല ഫുഡായിരുന്നു. അതന്നെ ഇന്ന് കഴിക്കാമെന്ന് കരുതി. അപ്പോൾ മാൾഡയിൽ എത്തിയ ശേഷം ഇവിടെ വേറെ ആളെന്തായാലും ഈ സീറ്റ് വരും. പക്ഷേ അതിന് മുന്നേ തന്നെ നമ്മുടെ ഭക്ഷണം അവരെന്തായാലും ഇവിടെ കൊണ്ടുതരികയും ചെയ്യും. കാരണം അത് വാങ്ങിച്ചിട്ട് വേണം നമുക്ക് പുറത്തേക്ക് പോകാൻ. അസാമിലെ ഗുവാഹത്തിയിൽ നിന്നും 642 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ വെസ്റ്റ് ബംഗാളിലെ മാൾഡ ടൗൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 7:05. ഗുവാഹത്തി മുതൽ ഇലക്ട്രിക് ലോക്കോമോട്ടീവ് തന്നെയാണ് നമ്മുടെ ട്രെയിൻ ഉണ്ടായിരുന്നത്, WP7. അതുപോലെ തന്നെ ഇതാ നമുക്ക് ഫുഡൊക്കെ കിട്ടി കേട്ടോ. ഇനിയിപ്പം ഈ ട്രെയിനോടൊക്കെ നമുക്ക് വിട പറഞ്ഞ് സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങാം. ഇതിൻ്റെ സ്ലീപ്പർ ക്ലാസ് എല്ലാം ഓൾറെഡി ഇപ്പം തന്നെ ജനറലായി. പിന്നെ ഇവിടെ തന്നെ റൊട്ടി സബ്ജയൊക്കെ ഉണ്ട് പ്ലാറ്റ്ഫോമിൽ തന്നെ. രാത്രിക്ക് ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാണല്ലോ. ഇത് മെയിൻ എൻട്രൻസ് ആണേ.
ലൈറ്റൊക്കെ മാറി മാറി വരുന്നുണ്ട്. ഇവിടെ ഇതാ മാൾഡ ടൗൺ. ഇവിടെ തന്നെ ഇഷ്ടം പോലെ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടിയുണ്ട്. ഗുവാഹത്തിയിൽ നിന്ന് ഈ ട്രെയിനിൽ കയറുന്നതിന് മുന്നേ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ വിചാരിച്ചു. മെയിൻ കാര്യം ജനറൽ പോലെ ആവുമോ എന്ന്, അതായത് നമ്മുടെ ബർത്തിൽ വേറെ ആരെങ്കിലും വന്ന് ഇരിക്കുവോ കിടക്കുവോ, അവരോട് തർക്കിക്കേണ്ട അവസ്ഥ വരുമോ. മറ്റൊന്നാണ് ഹിജഡകളുടെ മെയിനായിട്ടുള്ള ശല്യം. പക്ഷേ ഞങ്ങൾക്ക് അവരുടെ ശല്യം നല്ലോണം ഉണ്ടായി. പക്ഷേ സ്ലീപ്പർ റഷ് ആവുന്നൊരു അവസ്ഥ മാൾഡ വരെ ഉണ്ടായില്ല. മാൾഡ മുതലാണ് ഇനി അങ്ങോട്ട് റഷായത്. ഇനി ആ ട്രെയിനിന്റെ സ്ലീപ്പർ ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ പറ്റൂല. അതായത് നമ്മുടെ നോർത്ത് ഈസ്റ്റിൽ ഞങ്ങൾ ഒരുപാട് ട്രെയിനിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. എല്ലാം സ്ലീപ്പർ ക്ലാസ്സിൽ തന്നെ. ഇതൊരു മോശം അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല. ഈ നോർത്ത് ഈസ്റ്റിൽ സ്ലീപ്പറിന് വലിയ തിരക്കൊന്നുമില്ല. പക്ഷേ നമ്മൾ ഗുവാഹട്ടിയിൽ നിന്ന് കയറുന്ന സമയത്ത് സൗത്തിലേക്കുള്ള വണ്ടിയാണല്ലോ, അതാണ് ആ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായത്. പക്ഷേ ന്യൂജൽപേഗുഡി വരെയോ ഇവിടെ വരെ തിരക്കുണ്ടായില്ല. ഇവിടുന്നാണ് കൂട്ടത്തോടെ ചാക്കും കെട്ടൊക്കെ എടുത്തിട്ട് നമ്മുടെ പണിക്കാരൊക്കെ ഇല്ല അവിടെ വരുന്നത്. അപ്പോൾ കൂട്ടത്തോടെ കയറിയത് നമ്മുടെ നാട്ടിൽ നിന്ന് ദിബ്രുഗഡിലേക്ക് പോകുന്ന വിവേകിനായാലും മറന്നോ ഇല്ലേ നമ്മുടെ തിരിച്ചറിലേക്ക് പോകുന്നത്, അതിനൊക്കെ വരികയാണെങ്കിൽ ഉണ്ടാവും. ഇവിടം വരെയാണ് നല്ല തിരക്ക്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് സ്വാഭാവികമായിട്ട് ഒരു ട്രെയിൻ ഉണ്ടാവുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ മാൾഡയാണ് നല്ല തിരക്ക് വരുന്ന സ്ഥലം. ഇനിയിപ്പോ നമുക്ക് ഇപ്പൊ ആ ഒരു വണ്ടിയില്ലേ, അതിനൊന്നും അങ്ങോട്ട് പോകാൻ പറ്റില്ല. കാരണം അത്രമാത്രം തിരക്കാണ് അത്. പിന്നെ നമ്മുടെ അതിന്റെ ശല്യം എന്ന് പറഞ്ഞത് വീഡിയോയിൽ കുറച്ച് മാത്രമേ മനു പറയില്ല, 10ൽ 2 എന്നൊക്കെ പറയില്ല. എന്റെ കാലിൽ അടിയൊക്കെ കിട്ടി. നവീനെ പിടിച്ച് പാടുന്ന ഇവിടൊക്കെ പിടിച്ച് വലിക്കുന്നൊക്കെ ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ നമ്മുടെ ചാനൽ ഇങ്ങനത്തെ ഒരു ക്യാപ്ചർ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത് പകർത്തുന്നത്. കാരണം കുറെ പേര് നമ്മളോട് ചോദിക്കണ്ടേ. അപ്പൊ എന്താ പറയാ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ആരും ചോദിക്കാനും പറയാനൊന്നും വരൂലല്ലോ. അല്ല, ഇതിനെ ആയിട്ട് തന്നെ ഞങ്ങളോട് വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുമുണ്ട്. അപ്പൊ എന്താ പറയാ, ഇനിയിപ്പോ ഞങ്ങൾ ഇവിടുത്തെ റെയിൽവേന്റെ റിട്ടയർ റൂമിലാണ് താമസിക്കുന്നത്. മാൾഡേന്റെ കുറച്ച് കാഴ്ചകളൊക്കെ ആയി അടുത്ത ദിവസം കാണാം. അപ്പൊ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ മറ്റു ദിവസം ബൈ.